അങ്ങനെ നമ്മുടെ പ്രശാന്ത് നീൽ പ്രഭാസിനെ നായകനാക്കി നമ്മുടെ പൃഥ്വിരാജിനെയും കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്ത സാലാർ റിലീസായിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഈവനിങ് സാലാർ കണ്ടു, തിയേറ്ററിൽ പോയി എന്റെ കൂട്ടുകാരുമൊത്ത്. എല്ലാ തവണയും കൂട്ടുകാരുമൊത്ത് സിനിമയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, പോക്കിനും വരവിനും. പക്ഷെ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഒരു പോക്കിനും വരവിനും ഇടയിൽ കണ്ട സാലാർ എന്ന് പറയുന്ന സിനിമ എനിക്ക് തന്ന അനുഭവം എന്തായിരുന്നു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു. സത്യത്തിൽ ഒരു പ്രതീക്ഷ വെക്കാതെയാണ് സാലാർ കാണാൻ പോയത്. പ്രതീക്ഷ വെക്കാത്തതിന്റെ കാരണം ഈ സാലാർ എന്ന് പറയുന്ന സിനിമ ഞാൻ അത്ര നല്ല രീതിക്കൊന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പൃഥ്വിരാജ് ഈ സിനിമയിൽ ഉണ്ട് എങ്കിലും പൃഥ്വിരാജിനെ പോലെ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഒരു നടൻ അന്യഭാഷയിൽ പോയിട്ട് അവിടുത്തെ ഒരു വലിയ സ്റ്റാറിന്റെ ഒരു വലിയ മാസ് ആക്ഷൻ സിനിമയിൽ തല വെച്ച് കഴിഞ്ഞാൽ ആ തല എത്രത്തോളം പൊങ്ങുമെന്ന് നമുക്ക് ഇക്കണ്ട കാലം കൊണ്ട് നമുക്ക് മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷയൊന്നും വെച്ചില്ല. അങ്ങനെ പ്രതീക്ഷ വെക്കാതെയാണ് സിനിമയ്ക്ക് കയറിയത്. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10 മിനിറ്റ് അവരുടെ കുട്ടിക്കാലമൊക്കെ കാണിച്ചിട്ട് ആ സിനിമ നമുക്കൊരു ഐഡിയ തന്നു. ഈ ട്രെയിലറിൽ നിന്ന് തരുന്ന ആ ഒരു ഐഡിയ മാത്രം സിനിമ തന്നു. ആ ഒരു ഐഡിയ തരുന്നതിന് വേണ്ടിയിട്ടാണ് ആ സീനെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ഒരു സീനിൽ അവർ ഒരുപാട് രോമാഞ്ചിഫിക്കേഷൻ സീൻസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മളെ രോമാഞ്ചം കൊള്ളിപ്പിക്കാൻ അവർ പ്ലാൻ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊരു ഫീലും അവിടെ കിട്ടിയില്ല ആദ്യത്തെ ഒരു 10 മിനിറ്റ്. എന്തുകൊണ്ട് ആ ഒരു 10 മിനിറ്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാസ്റ്റിംഗ് ആണ്, കുട്ടികളുടെ കാസ്റ്റിംഗ് ആണ്. കുട്ടികൾ ഇത്രയും വലിയൊരു മാസ് ആക്ഷൻ പടത്തിൽ മാസ് ഡയലോഗ്സ് പറയാനുണ്ട്, മാസ് സീൻസ് ഒക്കെ നിന്ന് കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ കാസ്റ്റ് ചെയ്യുന്ന കുട്ടികളെ കുറച്ചും കൂടി ഒരു പവറൊക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പെർഫോം ചെയ്യുന്ന കുട്ടികളെ കാസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ ഒരു കാസ്റ്റിങ്ങിന്റെ പ്രോബ്ലം ആണെന്ന് തീർത്തും പറയാനും പറ്റില്ല. ആ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഡയലോഗ്സും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഡയലോഗ്സ് ആയിരുന്നു. പിന്നെ ആ പൃഥ്വിരാജിന്റെ ചൈൽഡ് ക്യാരക്ടർ ചെയ്യുന്ന ആ കുട്ടിയുടെ ആ ഒരു സീനിൽ അവർ വേർപിരിയുന്ന ആ ഒരു സീനിൽ ആ കുട്ടിയുടെ പുറകിൽ നിന്നും കൊണ്ട് ഒരാൾ ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. ഈ സാലാറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ്, അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര മോശമായിരുന്നു, ഒരു ഫീലും തന്നില്ല. അങ്ങനെ ഒരു കഥ പറച്ചിലിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിയതേ ഇല്ല. അതുകൊണ്ടാണ് ആ ഒരു 10 മിനിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയത്. പിന്നെ ഇന്റർവെല്ലിൽ വരെ ഒരു പോക്കാണ്, ബിൽഡപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോക്ക്. ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ പ്രഭാസിന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡപ്പ്. ഈ ബിൽഡപ്പ് ഇവരെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇടിച്ചിടിച്ച് നിൽക്കുന്ന കുറെ ബീജിയം. രണ്ടാമത്തത് തൊട്ടടുത്ത് നിൽക്കുന്നവൻ തുമ്മിയ പേടിച്ച് പോകുന്ന കുറെ കഥാപാത്രങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് അവരെന്ത് കേട്ടാലും ഭയത്തോടു കൂടി പേടിച്ച് മാറുന്ന കുറെ ഫേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. പിന്നെ വരുന്നത് കുറെ കേന്ദ്ര കഥാപാത്രങ്ങൾ ദേഷ്യം കൊണ്ട് വലിച്ചു കയറ്റി വെച്ച മുഖമായിട്ട് നിന്ന് കുറെ പഞ്ച് ഡയലോഗ്സ് ഒക്കെ അടിച്ച് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ബിൽഡപ്പ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടവർ ആ ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടും നമുക്കൊരു ഇമ്പാക്റ്റും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ടാണ് കഥ ട്രാക്കിൽ കയറുന്നത്. ട്രാക്കിൽ കയറിയതിനു ശേഷം പിന്നെ കാണാൻ പറ്റുന്നത് KGF പാറ്റേണിലുള്ള ഒരു ഒറ്റ പോക്കും പിന്നെ ഒരു അവസാനമാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെയും ഈ സിനിമ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ KGF നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട് നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാവാം. തൊട്ടടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ടൊക്കെ കൂടെ നമുക്കൊരു സത്യം പറഞ്ഞാൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നില്ല. പിന്നെ എന്നോട് 1-2 പേര് പറഞ്ഞു KGF കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നതെന്ന്. ഈ KGFും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ മുമ്പ് റിലീസ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സിനിമ കാണുന്ന സമയത്ത് ആ KGFിന്റെ അതേ പാറ്റേണിൽ വരുമ്പോൾ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ഫ്ലോപ്പ് ആണ്. പിന്നെ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെയും ബീജിയമാണ്. ബീജിയം എന്ന് പറയുമ്പോൾ ഒരു ഫീലും തരാതെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ബീജിയം. പിന്നെ അതിന് പുറമെ ഒരു 3 പാട്ടും കണ്ടുകൊണ്ട് 3 പാട്ടെന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടൊരു 3 പാട്ട്. എന്റെ കൂടെ സിനിമ കണ്ടുകൊണ്ടിരുന്ന എന്റെ ഫ്രണ്ട് ഓരോ സീനെത്തുമ്പോഴും ഇങ്ങനെ KGFിലെ പാട്ടുകളും BGM ഒക്കെ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ KGF ഓരോ പാട്ടും BGM ഒക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. KGF പാട്ട് BGM ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് KGFിലെ പോലത്തെ ഏകദേശം സീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്തു. KGF വരെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അത് വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സ്ക്രിപ്റ്റും ഡയറക്ഷനും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു കഥയെ KGFിന്റെ ലൈനിൽ ആ ഒരു പാറ്റേണിൽ എഴുതി ഉണ്ടാക്കി KGFിന്റെ ആ ഒരു ലൈനിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് വെക്കുവാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KGFിലെ ഡയലോഗ്സ് ഒക്കെ നമ്മളിൽ ഉണ്ടാക്കിയ ഒരു ഗൂസ് ബംപ് ഉണ്ട്. അത് പക്ഷേ ഇവിടെ ഒരു ഡയലോഗ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. പലയിടത്തും കോമഡി ആയിട്ടാണ് തോന്നിയത്. പിന്നെ സിനിമോട്ടോഗ്രാഫിയും എഡിറ്റിങ്ങും അത് രണ്ടും ഒന്നും പറയാനില്ല, ഗംഭീരമാണോ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഈ 2 ഘടകമാണ് ആ സിനിമയെ തീർത്തും വേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ബാലൻസ് ചെയ്ത് പോകുന്നത്. ആ ഒരു 2 കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും കാണാം. മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ പ്രഭാസിന്റെ കാര്യം ഞാൻ ഉള്ളതുപോലെ പറയാം. പ്രഭാസ് സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സ്വാഗാണ്. ആ ഒരു പവർ ഉണ്ട് കേട്ടോ പ്രഭാസിന്. പക്ഷേ പ്രഭാസിന് ഫ്രെയിമിലൊക്കെ വന്നിരിക്കുമ്പോൾ അത്ര സ്വാഗാണ്. പക്ഷെ എത്രത്തോളം സ്വാഗ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് അടുത്ത സീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത്ര മനോഹരമായിട്ട് പ്രഭാസിന്റെ ആക്ഷൻ സീനൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മളിൽ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം. പ്രഭാസ് എന്ന നടനെ നോക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് അഭിനയിക്കാനായിട്ട് സീൻസ് ഒന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രഭാസിന് ഇതിനകത്ത് ഇല്ല. പിന്നെ പ്രഭാസ് എന്ന ഒരു ആക്ഷൻ സ്റ്റാറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രഭാസിന്റെ ജോലി നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കഥാഗതിക്ക് അനുസരിച്ച്
ഒരു ഇമ്പാക്ട് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പ്രഭാസിന്റെ റോളും ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. പിന്നെ നമ്മൾ പൃഥ്വിരാജിലേക്ക് വരുമ്പോൾ ഉള്ളത് പറയാം, പൃഥ്വിരാജിന് ഈ സിനിമയിൽ ഒന്നും ചെയ്യാനില്ല. അടുത്ത സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഈ സിനിമയിൽ പൃഥ്വിരാജിന് ഒന്നും ചെയ്യാനില്ല. നടനെന്ന നിലയിലായാലും ഒരു ആക്ഷൻ സ്റ്റാർ എന്ന നിലയിലായാലും പൃഥ്വിരാജിന് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവസാന നിമിഷം കുറച്ച് സീൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സീനിൽ ഫോക്കസ് ചെയ്യുന്ന പ്രഭാസിന് പോലും ഒരു ഇമ്പാക്ട് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു ടൈമിൽ പൃഥ്വിരാജിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും പൃഥ്വിരാജിന് ചെയ്യാൻ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ പൃഥ്വിരാജിനെ കൊണ്ട് ഒരു അഭിമാനം തോന്നിയ ഒരു നിമിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയില്ല, ഈ സിനിമയിൽ തുടക്കം മുതൽ ഒടുക്കം വരെയും വന്നു പോകുന്നവരെല്ലാവരും ആ ഒരു ദേശീയ ഭാവത്തിൽ വലിച്ചു കയറ്റി വെച്ച മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പഞ്ച് ഡയലോഗ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പൃഥ്വിരാജ് മാത്രമാണ് പൃഥ്വിരാജിന്റെ സ്വതസിദ്ധമായ സ്റ്റൈലിൽ വന്നിട്ട് നോർമലായിട്ട് ഭയങ്കര സ്വാഭാവികമായിട്ടൊക്കെ വന്ന് പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പോയത്. അതായത് ആസ് ആൻ ആക്ടർ പൃഥ്വിരാജ് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. പക്ഷേ പൃഥ്വിരാജിന് കൂടുതലായിട്ട് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഈ സിനിമയിൽ. പിന്നെ ശ്രുതി ഹസൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ തെലുങ്കു നായിക അതായിരുന്നു ശ്രുതി ഹസൻ ഈ സിനിമയ്ക്കകത്ത്. അവർക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു ഈ സിനിമയ്ക്കുള്ളിൽ. എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ശ്രുതി ഹസൻ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് തോന്നിയ ഒരു ഉത്തരം, വലിയ വലിയ നടിമാരായ നയൻതാരയും സമന്തയും ഒക്കെ ഡേറ്റ് കൊടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സിനിമകൾക്കാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെയൊന്നും ഡേറ്റ് കിട്ടാഞ്ഞിട്ട് കിട്ടിയ ഡേറ്റുമായിട്ട് ശ്രുതി ഹസനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ അവർക്ക് ഒന്നും ചെയ്യാനില്ല. അവർ കുറ്റം പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. കുറ്റം പറയാനായിട്ട് പറ്റില്ല, കാരണം അവർക്ക് പെർഫോം ചെയ്യാനോ അവർക്ക് നേരാമെന്ന് 2 ഡയലോഗ് പറയാനായിട്ടോ ഒന്നും തന്നെ ഈ സിനിമയ്ക്കകത്ത് ഇല്ലായിരുന്നു. ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും പ്രതീക്ഷിക്കാതെ പോയി എനിക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. സിനിമ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്, ചോട്ടാ മുംബൈയിലെ മറ്റേ ഡയറക്ടർ നിന്നിട്ട് ഷോർട്സ് ഒക്കെ വെട്ടിക്കളയുന്നത് പോലെ പ്രശാന്ത് നീൽ KGF-ന്റെയും ഉഗ്രത്തിന്റെയും സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് വെട്ടിക്കളഞ്ഞ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് സാലാർന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് KGF-ൽ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞ് ആദ്യം ചിന്തിച്ച് ആ ഒരു തോട്ട് എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് സാലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും കാണാൻ ആഗ്രഹമുള്ളവർ കാണുക. ഈ ഒരു സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കാണുക, നല്ലൊരു അനുഭവമാണ്. ബാക്കി എന്തായാലും നിങ്ങളുടെ തീരുമാനമാണ്. എന്തായാലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാണുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.